Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോൾ UDF വന്നാലും കിട്ടൂല, നമ്മൾ തന്നെ വരണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വയോധികൻ പണം നൽകിയത് വ്യാജ PR ദൃശ്യങ്ങളാണെന്ന വാർത്തയാണിത്. സ്വമനസാലെ പോയി പെൻഷൻ പണം നൽകിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച് വീഡിയോ എടുത്തതാണെന്നും വയോധികനായ മൊയ്തീൻ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ CPMന്റെ വികസന മുന്നേറ്റ ജാഥ എത്തിയപ്പോഴാണ് ഈ സംഭവമുണ്ടായത്. സർക്കാരിൽ നിന്ന് പെൻഷൻ കിട്ടിയ തുകയാണെന്നും UDF സർക്കാർ വന്നാൽ പെൻഷൻ ഇനി കിട്ടില്ലെന്നും പറഞ്ഞാണ് മൊയ്തീൻ പണം നൽകിയത്. ഗോവിന്ദൻ പണം തിരികെ നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. എന്നാൽ പണം നൽകിയാൽ ഗോവിന്ദൻ മാസ്റ്റർ തിരികെ തരുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നതായും മൊയ്തീൻ വിശദീകരിച്ചു. ഇടതുപക്ഷ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ച ഈ റീൽ ഇപ്പോൾ CPMന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ പൊളിഞ്ഞെന്ന് പറഞ്ഞ് സൈബറിടത്തിൽ കോൺഗ്രസ് വ്യാപകമായി CPMനെ കടന്നാക്രമിക്കുന്നുമുണ്ട്. ഞാൻ ഫോട്ടോ എടുപ്പിച്ച അപ്പൊ മാബുവും വേറുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇനി മുപ്പരേക്ക് കൊടുക്കാണ്ട് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് തിരിച്ചു തരും. അത് അങ്ങനെ ചെയ്തതാ. എന്തൊക്കെ അവലാതിയാണ് കേൾക്കുന്നത്. ഞാനാ പോകാന്ന് പറഞ്ഞാ പോന്നതാ. ഇന്നെന്നാലും ഒരു കൂട്ടി കൂടുവത് അങ്ങോട്ട് തന്നെ. ഈ ഭക്ഷണം കഴിച്ചത് അപ്പോ അങ്ങനെയാണ് ചെയ്തത്. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ ഒരാളോടും കക്കാൻ പോയിട്ടില്ല. വേറെ ഒന്നല്ല. എനിക്ക് തിങ്ങമ്പെന്ന് വർക്കാനില്ല, കഴമ്പെന്ന് വർക്കാനില്ല, ഒന്നുമില്ല. നയിച്ചിട്ടെങ്കിലോ എഴുതത്തങ്ങൾ പോയി കണ്ടോ കിട്ടിക്കെങ്കിലോ ആണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേനോ? അങ്ങനെയല്ലേ പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? തെച്ചും കേട്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞതേനോ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തും, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരുടെ എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ ഇന്ന് കളിക്കുന്നില്ലേ? അതേമാതിരിയിൽ ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാണ്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങളെന്നെ കീസയിലിടീന്നും പറഞ്ഞു. കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല, കീസയിലിട്ട് തന്നു. ഞാൻ മനസ്സറിഞ്ഞ് കൊടുത്തല്ല. ഡെയിലി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്. അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനെ കൊണ്ട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാന് പൂനൂർ പോയിരുന്നു, പള്ളിയിൽ പോയ വരിക. അപ്പോ നല്ല കിട്ടിയ പൈസ 2500 രൂപ. Thank you.